ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം രാത്രി ചിന്തയ്ക്ക് ആധാരമായിട്ട് വായിക്കും. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിനാഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. വളരെ ശ്രദ്ധേയമായ ഈ വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ധന്യനായ പൗലോസ് ലേഖിയാണെന്ന് ഇവിടെ ആവർത്തിച്ചെല്ലാവരും പറഞ്ഞു. പൗലോസ് ഓടാൻ പറഞ്ഞപ്പോൾ പൗലോസ് ആരാണെന്ന് നമ്മളൊന്ന് അറിയുന്നത് നല്ലതാണ്. ഞാൻ ശാന്തമായി 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ പുസ്തകത്തിൽ പുതിയ നിയമത്തിൽ ഈ 14 ലേഖനം നമുക്ക് എഴുതി തന്ന പൗലോസ് നല്ല ഒരു മാർഗദർശിയാണ്. 2, 9-ാം അധ്യായത്തിൽ രക്ഷിക്കപ്പെട്ട മനുഷ്യൻ ഒരു ശുശ്രൂഷ ആരും ഏൽപ്പിക്കുന്നതിന് മുമ്പേ 9, 10, 11, 12 അധ്യായങ്ങളിൽ പള്ളികൾ തോറും നടന്ന് യേശു തന്നെ കർത്താവെന്ന് തെളിയിച്ചു. 13-ാം അധ്യായത്തിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അഭിഷക്തന്മാർ പ്രവചനാത്മാവിൽ കൈവച്ച് വേലയ്ക്കായി വേർതിരിച്ചു. വേലയ്ക്കായി വേർതിരിക്കപ്പെട്ട പൗലോസ് 13-ാം അധ്യായം കഴിയുമ്പോൾ അതിശക്തമായ 3 മിഷണറി യാത്രകൾ ചെയ്യുകയാണ്. ലോകത്തിന്റെ ഏതറ്റം വരെ അക്കാലത്ത് ചെല്ലാൻ കഴിയുമോ അവിടെയെല്ലാം, യെരുശലേം മുതൽ ഇല്ലൂരിയ വരെ എന്ന് എഴുതിയിരിക്കുന്നത്. യെരുശലേം മുതൽ ഇല്ലൂരിയ വരെ, അതെവിടാന്ന് എനിക്കറിയത്തില്ല, അവിടെ വരെ പൗലോസ് യേശുവിന്റെ സാക്ഷിയായി. അദ്ദേഹം റോമർ 5:23 പറഞ്ഞു, ഈ ദിക്കിൽ എങ്ങും ഇനി സുവിശേഷം പറയാൻ എനിക്ക് സ്ഥലമില്ല. നമ്മളിവിടെ പ്രസംഗിക്കുമ്പോൾ ഓടണം എന്ന് പറയുമ്പോൾ ഓടിയ ഒരാളാണ് ഇത് എഴുതിയേക്കുന്നത്. നമ്മൾ ഓടാതെ പ്രസംഗിക്കുക. നിങ്ങൾ സ്വത്രം പറഞ്ഞില്ല, നമ്മൾ ഓടാതെ എല്ലാരെയും കൊണ്ട് ഓടിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ പൗലോസ് ഓടിയിട്ട ഈ കാര്യം എഴുതിയത്. ഇന്ന് രാത്രി ഓടുന്നവരെ ഓർത്തിയ ദൈവത്തെ സ്തുതിക്കുകയാ. നമുക്കിതിനെ കുറിച്ച് ഒരുപാട് കാര്യം പറഞ്ഞപ്പോൾ 7 ദിവസം അല്ല 14 ദിവസം വേണമെങ്കിൽ പ്രസംഗിക്കാൻ കഴിയും. പക്ഷെങ്കിൽ ഈ മനുഷ്യൻ പോയതിന്റെ ഒരു 7 അയലോക്കത്ത് സുവിശേഷവുമായി പോകുവാൻ എനിക്ക് കഴിയുമെന്ന് ഈ കൺവെൻഷനിൽ ഒരാളെങ്കിലും തീരുമാനമെടുത്താൽ ഇന്ന് രാത്രി അത് അനുഗ്രഹമാ. സന്തോഷമുള്ളവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചേ, അതിന്റെ റോമർ 5:23 ദൈവദാസി ഒന്ന് വായിച്ചേ. റോമർ 5:23. മൈക്കില്ല. 5:23 ഇല്ല, 21. പാപമരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം. 15 15:21. സോറി 15:23 ധൃതി പറഞ്ഞതുകൊണ്ട് 15:23. ഓക്കെ. ഇപ്പോഴോ എനിക്ക് ദിക്കുകളിനി സ്ഥലമില്ലായകയാലും അങ്ങോട്ട് വരുവാൻ അനേക സംവത്സരമായി വാഞ്ച ഉണ്ടാകൊണ്ടും ഞാൻ സ്പാനിയയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പോകുന്ന വഴിക്ക് നിങ്ങളെ ഒരു മിനിറ്റ്, നമുക്ക് ഈ ഒരു വാക്യം പ്രാഗൽഭ്യത്തോടെ വായിക്കാൻ കഴിയുമോ? 3 വർഷമായി 5 വർഷമായി 7 വർഷമായി ഒരു സ്ഥലത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഞാൻ ഉൾപ്പെടെ അതിനകത്ത് കുറ്റവാളികളാണ്. ഞാൻ പാർക്കുന്ന ദേശത്ത് ഒരു ദിക്കിൽ വനി ഞാൻ സുവിശേഷം അറിയിക്കാനില്ല. അങ്ങനെ പ്രാഗൽഭ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് കൈവൊക്കെ സ്തോത്രം പറഞ്ഞു. ആരുമില്ലാത്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ പരമാർത്ഥതയോടെ ആ കാര്യം സമ്മതിച്ചല്ലോ. പ്രൈസ് ദി ലോർഡ്. സ്ഥിരതയോടെ ഓടണം എന്ന് ഈ മനുഷ്യൻ പറഞ്ഞത് ഓടി തീർത്തിട്ട. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് ഇന്നിങ്ങനെ ഒത്തിരി നേരം ധ്യാനിച്ച് വായിച്ചപ്പോൾ നല്ലൊരു സുവിശേഷകനായിരുന്നു, നല്ലൊരു മെന്ററായിരുന്നു, നല്ലൊരു ടീച്ചറായിരുന്നു. തെരുക്കളിലും ചന്തകളിലും പുഴവക്കത്തും പള്ളികളിലും തെർത്തോസിന്റെ സ്കൂളിൽ പാഠശാലയിലും വാടകപ്പുരയിലും കൂലി കൊടുത്തു വാങ്ങിയ വീട്ടിലും
കൂടാരപ്പണി ചെയ്തുകൊണ്ട് യേശു തന്നെ കർത്താവെന്ന് പ്രസംഗിച്ച ശക്തനായ മനുഷ്യൻ പ്രസംഗിച്ച് അവസാനിപ്പിച്ച പറയാണ്, ഞാൻ ഓടി, പക്ഷെ നീ ഇന്ന് രാത്രി വായിച്ചു വിടരുത്, നീ സ്ഥിരതയോടെ ഓടണം. ഈ ദൂത് കേൾക്കുന്ന ആരെങ്കിലും ഒരാൾ ഇന്ന് രാത്രിയിൽ, കർത്താവേ എനിക്കൊരായുസ് ദൈർഘ്യമാക്കി തരുന്നെങ്കിൽ ഇന്ന് രാത്രി മുതൽ എൻ്റെ കർത്താവിന് വേണ്ടി സ്ഥിരതയോടെ ഓടുവാൻ നിന്നെ ഏൽപ്പിച്ച സ്ഥലം ഏതുമാകട്ടെ, അത് കണ്ണൂര്, കാസർഗോഡ്, വയനാട്, മലപ്പുറം, ഈ കേരളത്തിലെ 14 റവന്യൂ ജില്ലയാകട്ടെ, ഭാരതത്തിലെ 29 സ്റ്റേറ്റ് ആകട്ടെ, 5 കേന്ദ്രഭരണ പ്രദേശമാകട്ടെ, എവിടെ നിന്നെ അയക്കുന്നുവോ അവിടെ എന്റെ യേശുവിന്റെ സാക്ഷിയാകുമെന്ന് ഈ രാത്രി തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിൽ ഈ ദൂത് ഏറ്റവും അനുഗ്രഹമാ. ചേർന്ന് ദൈവത്തെ ഒന്ന് സ്തുതിക്കണമേ. തീർന്നില്ല. പ്രൈസ് ദി ലോർഡ്. 14 ലേഖനങ്ങൾ എഴുതി നമുക്ക് തന്നു. ഈ കൊരിന്ത്യർക്ക് 4 ലേഖനം എഴുതിയെന്ന് ഞാൻ ഒരു പുസ്തകത്തിൽ വായിച്ച 2 നമുക്ക് കിട്ടിയിട്ടുള്ളൂ, 2 കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ 16 എഴുതിയിട്ടുണ്ട്. നമുക്ക് 14 കിട്ടാൻ ഭാഗ്യം ഉണ്ടായുള്ളൂ. സ്തോത്രം. ഈ ശുശ്രൂഷയ്ക്കിടയ്ക്ക് ഇന്നത്തെ നമ്മളെ കണ്ടിട്ട് നമുക്ക് ജീവിക്കാനുള്ളത് എഴുതി വെച്ചു. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. നല്ലൊരു ഹീലർ, ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും അവൻ സൗഖ്യമാകും. ഇനിയും സൗഖ്യമാകാൻ ചെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചുമ്മാ തൂവാല എടുത്ത് കൊടുത്തു വിട്ടാൽ മതി, ആ റൂമാല് കൊണ്ടിട്ടാ സൗഖ്യ. ഇനി ഒരുത്ത പ്രസംഗം കേട്ടുകൊണ്ട് പ്രസംഗം നീണ്ടത് കൊണ്ട് മരിച്ചു താഴെ വീണാൽ അവനെ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കും. ഓ, ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ഹല്ലേലൂയ. പ്രവചനത്തിന്റെ ദൂതുള്ളവൻ തീമത്തിയോസ്, തീത്തോസ്, ഫിലോമോൻ, ഹല്ലേലൂയ എന്ന് വേണ്ട, ബർന്നബാസ്, നീഗർ, മർക്കോസ്, ശക്തന്മാരായ 100-ലധികം ശുശ്രൂഷകരെ കർത്താവിന്റെ അടുത്ത തലമുറയ്ക്കായി എഴുന്നേൽപ്പിച്ചവൻ. ഓ, ഞാൻ ദൈവത്തെ രാത്രി പൗലോസ് ആരാധന നമ്മൾ അറിയണം. പൗലോസ് കടന്നുപോയ വഴികൾ നമ്മൾ അറിയണം. അതിന്റെ പിൻപിൽ അവനെ മുന്നോട്ട് വിടാതിരിക്കാൻ എന്തെല്ലാം കഷ്ടതകൾ ഉണ്ടായി. അതിനെ ഒന്നിനും പരാജയപ്പെടുത്താൻ കഴിയാതെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അവൻ മുൻപോട്ട് ഓടി പറഞ്ഞു, എന്റെ ഓട്ടം ഞാൻ തികച്ചു. ഇത് വായിക്കുന്ന നീ സ്ഥിരതയോടെ ഓടണം. ഏറ്റെടുക്കുന്നവര് മാത്രം കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി സ്ഥിരതയോടെ ഓടുവാൻ. പഴയ നിയമത്തിൽ ഓടിയ ഒരു മനുഷ്യനുണ്ട്. ഒത്തിരി പേരുണ്ട്. എല്ലാവരുടെയും കാര്യം ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ഒരാളുടെ കാര്യം അങ്ങ് പറയാം. 1 ശമൂവേലിന്റെ പുസ്തകം 17-ാം അധ്യായത്തിന്റെ 48-ാമത്തെ വാക്യം. 1 ശമൂവേൽ 17:48. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്കു നേരെ ഓടി. ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്കു നേരെ ഓടി. 17:50. ഇങ്ങനെ ദാവീദ് ഒരു കവണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. 51. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്ത് അവനെ കൊന്ന് അവന്റെ തല വെട്ടിക്കളഞ്ഞു. ഒരു സ്തോത്രം പറയണം. അടുത്ത വാക്യം കൂടെ വായിക്കണം. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ദാവീദ് ഓടി. ദാവീദിന്റെ ഓട്ടത്തിൽ ഫെലിസ്ത്യർ മൊത്തം ഓടിപ്പോയി. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഇന്ന് രാത്രി ഈ ദൂത് പറഞ്ഞേച്ച് ഞാനങ്ങ് ഇറങ്ങിപ്പോകൽ. ഇന്ന് രാത്രി ചെറുതെല്ലാം ഓടിപ്പോണം. നിനക്ക് നേരെ കഴിഞ്ഞ 40 ദിവസമായി വെല്ലുവിളിക്കുന്ന ചില ആധിപത്യമില്ലേ?
പ്രൈസ് ദി ലോർഡ്. നിന്നെ ഭയപ്പെടുത്തി, നിന്നെ ഭീഷണിപ്പെടുത്തി പുറത്തിറങ്ങാൻ കഴിയാതെ ഒരു താവളത്തിൽ നിന്നെ ഒതുക്കിയിരിക്കുന്ന, ഒരു താഴ്വരയിൽ നിന്നെ ഒതുക്കിയിരിക്കുന്ന ആ വ്യാപാരത്തെ കണ്ടിട്ട് ഈ രാത്രി മടിച്ചു നിൽക്കരുത്. അണിക്ക് നേരെ ഓടാൻ നീ തയ്യാറായാൽ നിന്റെ അഭിഷേകത്തിന്റെ പുറകിൽ പെലിസ്ത്യ ശക്തികൾ ഇന്ന് രാത്രി ഓടിപ്പോകുമെന്ന് വിശ്വസിക്കുന്നവർ മാത്രമേ ആരാധിക്കാവുള്ളൂ. നിന്റെ അഭിഷേകത്തിനെതിരെ വ്യാപരിക്കുന്ന പൈശാചിക മേഖല എത്ര ശക്തമുള്ളതായാലും പോരാ. ഈ രാത്രി ദൈവത്തെ ആരാധിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഈ ഓട്ടം അത്ര എളുപ്പമല്ല കേട്ടോ. വീട്ടിൽ അപ്പനും അമ്മയും ഇവന് സപ്പോർട്ടല്ല. അഭിഷേകം ഉണ്ടാകുമെന്നറിഞ്ഞാൽ ആദ്യത്തെ പോര് വീട്ടില. അഭിഷേകം പ്രാപിച്ചെന്നറിഞ്ഞപ്പോൾ സിംഹം അവന്റെ നേരെ ചാടി. അതിനെ കീറിക്കളഞ്ഞ് പ്രശ്നമെല്ലാം തീർന്നല്ലോ, രക്തം ജയം പറയുമ്പോ കരടി അവന്റെ പുറകെ വന്നു. കരടിയെ തകർത്തപ്പോഴാണ് പെലിസ്ത്യമല്ലന്റെ നേരെ ചെന്നപ്പോ ചേട്ടന്മാർ ഒറ്റക്കെട്ടായിട്ട് പറഞ്ഞു, നിനക്കെന്നാടാവും ഇവിടെ കാര്യം? പ്രൈസ് ദി ലോർഡ്. അപ്പനും അമ്മയും വീട്ടിൽ നിന്ന് ഒഴിവാക്കിയെങ്കിൽ പടക്കളത്തിൽ നിന്ന് ചേട്ടന്മാർ ഒഴിവാക്കാൻ നോക്കി. പക്ഷെ അകത്ത് അഭിഷേകം തിളക്കിയല്ലേ. ഇന്ന് രാത്രി നിന്റെ ഒരു ശുശ്രൂഷ വെളിപ്പെടാനുണ്ടെങ്കിൽ എതിരെ നിൽക്കുന്ന ചില വ്യാപാരങ്ങളുണ്ട്. അതിനെതിരെ ഇന്ന് രാത്രി ജയം പ്രാപിക്കാൻ കരുത്തുള്ളവരുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. വീട്ടിൽ നിന്ന് പോരഴിഞ്ഞില്ല, അത് കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരെതിരായി, അത് കഴിഞ്ഞപ്പോൾ പെലിസ്ത്യ മല്ലനായി. മല്ലനെ തകർക്കാൻ നീ കാണുന്ന ഒന്നും വേണ്ട. സ്തോത്രം പറഞ്ഞില്ല. ഈ മല്ലന്റെ വലിപ്പം നിങ്ങൾ അറിയണം കേട്ടോ. ഇന്ന് രാത്രി വലിപ്പം ഈ പന്തലിൽ നിന്ന മേളി മുട്ടുവൻ 9.5 അടി പൊക്കമാ. 2 പീസി ചെറിയാൻ മണ്ടയ്ക്ക് നിന്നാൽ ഇന്ന് രാത്രി അവൻ അത്രയും വരത്തില്ല, അത്രയും പൊക്കമാ. ഹലോ, 6 മുഴവും 1 ചാണും. 1 മുഴം എന്ന് പറഞ്ഞ 1.5 അടിയാ. 6 മുഴമെന്ന് പറഞ്ഞ 9 അടിയാ. 1 ചാണെന്ന് പറഞ്ഞ 1/2 അടിയാ. 9.5 അടി പൊക്കമുള്ള ഒരുത്ത സ്റ്റേജൻ. അവന്റെ തലയിൽ 1.5 അടി പൊക്കമുള്ള ഒരു ശിരസ്ത്രം. 9.5 1.5. ഹലോ, പിന്നെ മാർപ്പതക്കം, ശിരസ്ത്രം, വേല്, കുന്തം, വാള് എല്ലാം വെച്ച് പർവ്വതത്തിന്റെ മുകളിൽ ഇവനൊരു പർവ്വതം പോലെ നിൽക്കുക. മനസ്സിലാകുന്നുണ്ടോ? നിന്റെ പ്രതിയോഗി ചില്ലറക്കാരനല്ല. അവൻ രാവിലെ വരും, ഒറ്റ വെല്ലുവിളി. അന്ന് പകല് മുഴുവൻ വീട്ടിൽ ചർച്ച ഇവന്റെ കാര്യം. അവന്റെ കൈ കണ്ടോ, അവന്റെ തല കണ്ടോ, അവന്റെ ശിരസ്ത്രം കണ്ടോ? വലിയ കാലന്റെ കൈ പോലല്ലേ ആ കൈ. നമ്മുടെ പിള്ളേരുടെ ദേഹത്തെ കാണാൻ വീണ മിച്ചമുണ്ടോ? അതുകൊണ്ട് എല്ലാം പെരക്കകത്തേറി ഒതുങ്ങിയിരിക്കുക. സ്വത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. അവന്റെ കയ്യിലാണ് ഭരണം. അതുകൊണ്ട് അവൻ നമ്മുടെ സ്റ്റേറ്റെല്ലാം പിടിച്ചെടുക്കുക. നമുക്ക് മിണ്ടാൻ പോകേണ്ട ഉള്ള 4 വിശ്വാസിയെ കൊണ്ട് ഇങ്ങനെ സ്വത്രം പറഞ്ഞ് പാടി അങ്ങ് പോയാ മതി എന്ന് പറഞ്ഞ് പേടിച്ച് പെരക്കകത്തിരിക്കുകയാ. സ്വത്രം പറയണേ. അവരെ നയിക്കാൻ ഒരു പുള്ളിയുണ്ട്. എല്ലാരെ കാട്ടി പൊക്കം കൂടിയോനാ ശൗല്. പ്രൈസ് ദി ലോർഡ്. ശൗലിന് പൊക്കമുണ്ട്, പക്ഷെ അവൻ കൂടാരത്തിൽ നിന്ന് ഇറങ്ങത്തില്ല. അവൻ പേടിച്ചിരിക്കുക. പകലത്തെ ചർച്ചയെല്ലാം കഴിഞ്ഞ് കുളിച്ച് എല്ലാം കഴിച്ചിട്ടിരിക്കാമെന്നായിരിക്കും വൈകിട്ടത്തെ വെല്ലുവിളി. രാത്രി മൊത്തം വീട്ടിൽ ഇവന്റെ ചർച്ചയാ. 40 ദിവസമായി അപ്പൻ ദാവീദിനെ വിളിച്ചു വരുത്തി. സ്തോത്രം. ശുശ്രൂഷയുള്ളവനെ വിളിച്ചു വരുത്തും. ഈ രാത്രി സ്തോത്രം പറയണം. ശുശ്രൂഷയുള്ളവനെ വിളിച്ചു വരുത്തും. നീ നേരത്തെ പേടിക്കണ്ട. മാമച്ചമ്പാസ് പറഞ്ഞ പോലെ പുറകിലിരുന്നാലും ദൈവത്തിന് ശുശ്രൂഷ നൽകിയിട്ടുള്ളവരുണ്ടെങ്കിൽ വിളിച്ചു വരുത്താൻ ദൈവത്തിനറിയാം. സന്തോഷമുണ്ട്. സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദാവീദിന്റെ കയ്യിൽ അപ്പൻ കുറെ സാധനം കൊടുത്തു വിട്ടു. അപ്പം 10, പാൽക്കട്ട 10 എന്ന് വേണ്ട കുറെ സാധനങ്ങൾ കൊടുത്തു വിട്ട് പറഞ്ഞ, മലരെ ഇതെല്ലാം നീ കൊണ്ടുപോയിട്ട് നീ സഹസ്രാധിപന് കൊടുക്കണം, ക്ഷേമം അന്വേഷിക്കണം. തിരിച്ചു വരുമ്പോ കാലിക്കൊട്ടയും കൊണ്ട് ഇങ്ങോട്ട് വരല്ല. ഉള്ള പൈസക്ക് സ്വത്രകാഴ്ച ചെയ്തിട്ട് പഴയ വേദപുസ്തകം മേടിച്ച് അല്ലെ പൈസ തീർത്ത് വെച്ച് വണ്ടിക്കൂലി ഇല്ലാതെ നീ പോകരുത്. നീ വരുമ്പോ ലക്ഷ്യം മേടിച്ചോണ്ട് വരണം. അങ്ങനെ വാക്യം കിടക്കുന്നേ. ഹല്ലേലൂയ. നീ അപ്പം കൊണ്ട് അങ്ങോട്ട് പോകുന്നേ കൊള്ളാം, തിരിച്ചു വരുമ്പോ കയ്യിൽ ലക്ഷ്യമുണ്ടായിരിക്കണം. അഭിഷേകമുള്ള ഒരു കാര്യം പിടികിട്ടി. ഒരു സ്വത്രം പറഞ്ഞേ, ഇന്ന് രാത്രി വെറും കൈയോട് ആരും മടങ്ങരുത്. ലക്ഷ്യം മേടിച്ചോണ്ടേ മടങ്ങാവുള്ളൂ. സന്തോഷമുള്ളവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദാവീദ് പടക്കളത്തിൽ ചെന്നപ്പോൾ ഇവൻ ഇങ്ങനെ വെല്ലുവിളിക്കുന്നവനെ നോക്കിയിട്ട് ദാവീദ് അവിടെ ചോദിച്ചു, ഇവനെ കൊന്നാൽ എന്നോ കൊടുക്കും?
പ്രൈസ് ദി ലോർഡ്. ഇന്നലെ വരെ 40 ദിവസത്തെ ചർച്ച എല്ലാവരുടെയും വായിൽ പെരിസിനെ കുറിച്ചാണ്. ഹലോ, എന്താ പെരിസിനെ കുറിച്ച് പറയുന്നത്? ഭയങ്കര പനിയായിരുന്നു, ഭയങ്കര ക്യാൻസർ ആയിരുന്നു, ഭയങ്കര ട്യൂമറായിരുന്നു, ഭയങ്കര നടുവേദനയായിരുന്നു, എല്ലാം ഭയങ്കരമാണ്. നീ പറഞ്ഞ് ഇവനെ അങ്ങ് വലുതാക്കുക. ഇവൻ വന്നപ്പോൾ 9 അടി പൊക്കമുള്ളൂ, 40 ദിവസം കൊണ്ട് 90 അടി പൊക്കമായി. നിങ്ങളുടെ പറഞ്ഞു ഇവനെ നീ അങ്ങ് വലുതാക്കുക. നിന്റെ പ്രതിയോഗിയെ നീ തന്നെ പറഞ്ഞു വലുതാക്കല്ല. ഹല്ലേലൂയ. നീ അതിനെ ഇന്നത്തെ കാൽക്കീടെ, നമ്മുടെ ഓവർസർ ഫസ്റ്റ് ദിവസം പറഞ്ഞു, നീ അതിനെ കാൽക്കീടെ ചവിട്ടി താത്തിട്ട് ഇന്നത്തെ നീ അതിനെ ജയമെടുക്കണം. നീ നിന്റെ ശത്രുവിന്റെ വലിപ്പം പറയരുത്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ഒരഭിഷക്തനും ശത്രുവിന്റെ വലിപ്പം പറയല്ല. ശത്രു അല്ല വലിയത്, നിന്റെ കൃപയാ വലിയത്. ഓ, രക്തത്താലെ ജയം. അങ്ങനെ നിൽക്കുമ്പോൾ ദാവീദ് ഈ ആ പന്തലിന്റെ സൈഡിൽ കൂടി അങ്ങനെ കറങ്ങി ഇങ്ങനെ കയറി അങ്ങനെ പോയി. അതിലൂടെ കയറി സ്റ്റേജിൽ വന്നപ്പോഴത്തേന് എല്ലാവരും ചോദിച്ചു, ആ ചെറുക്കനാരാ, ഇവനേതാ? മൗണ്ട് സയോനി പഠിച്ചോ? ഇല്ല. ICTസിലാണോ? അല്ല. ബെഥേലിലാണോ? അല്ല. അവരാരും കണ്ടിട്ടില്ല. ന്യൂ ലൈഫിലാണോ? അല്ല. ആർക്കും അറിയത്തില്ല. എവിടെ പഠിച്ചെന്ന് ഒരു സ്വത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇവനെ കുറിച്ച് ചോദിക്കാൻ കാരണം ഇവൻ എല്ലാവരോടും ചോദിച്ചു, ഇവനെ കൊന്ന എന്നെ കൊടുക്കുമെന്ന്. ഇപ്പം ചർച്ച അവനെ കുറിച്ചായി. സ്വത്രം പറയണം. നീ പിശാചിനെ കുറിച്ചല്ല ചർച്ച ചെയ്യണ്ടേ, അഭിഷേകത്തെ കുറിച്ച് പറ. ഇന്ന് രാത്രി അഭിഷേകത്തെ കുറിച്ച് പറ. അഭിഷേകം പന്തലി പറഞ്ഞു നടന്നാൽ അഭിഷേകത്തിന്റെ വ്യാപാരം നിന്റെ പ്രതിയോഗിയെ കാൽച്ചുവട്ടി ഇടുമെന്ന് ഈ രാത്രി വിശ്വസിക്കുന്നവർ മാത്രം കരമൊന്ന് ചേർത്തടിച്ച് ദൈവത്തെ സ്തുതിച്ച് അഭിഷേകത്തെ കുറിച്ച് ദൈവമക്കൾ സംസാരിക്കണം. മറ്റൊന്നും പറയല്ല. നീ പറയുന്നെങ്കിൽ ഇന്ന് രാത്രി അഭിഷേകത്തെ കുറിച്ച് പറ. നന്നായിട്ട് ദൈവത്തെ സ്തുതിച്ചാലാണ് ഈ രാത്രി അഭിഷേകം വ്യാപരിച്ചാൽ അഴിയാത്ത കെട്ടില്ലെന്ന്. 40 ദിവസമല്ല 400 ദിവസം വെല്ലുവിളിച്ചവനായാലും ഈ രാത്രി അവന്റെ തല വെട്ടിയിട്ട് നിനക്കൊരു ജയഘോഷം കൊണ്ടാടുവാൻ. നിന്റെ ശരീരത്തോട്, നിന്റെ മനസ്സിനോട്, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട്, നിന്റെ അഭിഷേകത്തോട്, നിന്റെ ശുശ്രൂഷയോട് നാളുകളായി വെല്ലുവിളിച്ച് നിൽക്കുന്ന ചില പെരിസ്യ വ്യാപാരങ്ങളെ ഇന്ന് രാത്രി സ്വർഗം അഴിക്കുകയോ. എല്ലാവരും ദൈവത്തെ സ്തുതിച്ചാരാധിക്കട്ടെ. ആത്മാവിന്റെ അധികാരത്തിൽ ഇരത് ചില പോരുകളുടെ മേൽ നീ ആത്മാവി ജയമെടുക്കുവാൻ. ഹല്ലേലൂയ. ഈ വർത്തമാനം ശൗലിന്റെ ചെവിയിലെത്തി. അപ്പൊ ഒരു സൈഡിൽ നിന്ന് തുടങ്ങിയത് കറങ്ങി വന്ന് രാജാവിന്റെ ചെവിയിലെത്തി. രാജാവ് ചോദിച്ചു, നീ ആരാ? അവൻ പറഞ്ഞു, ഞാൻ ആ ഈശയുടെ ഇളയ ചെറുക്കനാ, പഠിക്കാനൊന്നും പോയിട്ടില്ല, മറ്റവന്മാരും നീളവും 55 നെഞ്ചുവിരും ഒക്കെ ഉള്ളതാണ്. അവന്മാരെ പട്ടാളത്തിൽ എഴുതി, എനിക്ക് പട്ടാളത്തിൽ പോകാനൊക്കെ അഞ്ഞുകൊണ്ട് അപ്പൻ്റെ 5-6 ആടുള്ളതിനെ തീറ്റിക്കൊണ്ട് കാട്ടിക്കിടക്കാമല്ലോ. മോനെ യുദ്ധം ചെയ്യാൻ അറിയാമോ? എനിക്ക് അങ്ങനെ വലിയ പ്രാക്ടീസ് ഒന്നുമില്ല. ഇവിടെ നിൽക്കുന്നതെല്ലാം പരിശീലനം ലഭിച്ചവരാണ്. സ്തോത്രം. അവർ PG കോഴ്സും കഴിഞ്ഞതാ. ഹലോ, പഠിത്തം മാത്രമല്ല, അത് കഴിഞ്ഞുള്ള PG കോഴ്സും കഴിഞ്ഞ. ഒരല്ലേ പറഞ്ഞേ ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞ, ഞാൻ ഒരു കോഴ്സും കഴിഞ്ഞിട്ടില്ല, പക്ഷെ 2 സാക്ഷ്യമുണ്ട്. സ്തോത്രം പറയണം. ഞാൻ കോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് 2 സാക്ഷ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ അകത്ത് സാക്ഷ്യവും പുറത്ത് അഭിഷേകം ഉണ്ടെങ്കിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന വ്യാപാരത്തെ തകർക്കാൻ കരുത്തുള്ള ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. ആരോടൊക്കെയോ ദൈവാത്മ ഇടപെടുകയാ. ഇന്ന് രാത്രി അഭിഷേകത്തിന്റെ ഒരു പുതുക്കത്തോടെ നീ ദൈവത്തെ ആരാധിക്കുമെങ്കിൽ ഈ രാത്രി ചിലതൊക്കെ നിന്റെ കാൽ ചുവട്ടിലാവുകയോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരമുയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ അപ്പൻ്റെ ആടുകളെ മേയ്ക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും എൻ്റെ അപ്പൻ്റെ ആടുകളെ പിടിച്ചു. സിംഹത്തെ ഞാൻ വലിച്ച് കീറിക്കളഞ്ഞു, കരടിയെ ഞാൻ അടിച്ചു കൊന്നു. ഈ 2 തൻ്റെ ഉള്ള സാക്ഷ്യം കേട്ടപ്പോൾ ശൗല് പറഞ്ഞു, ഉടുപ്പിന്ന് പിടിച്ചു.
സ്വതന്ത്രം പറഞ്ഞേ. ഉടുപ്പൂരി അവനെ ഇടിയിപ്പിച്ചു, വാളും പരിചയം അവൻ്റെ കൈ കൊടുത്തു. അവൻ 2 സ്റ്റെപ്പ് വെച്ചോ പറഞ്ഞ, അച്ഛാ എനിക്ക് ശീലമില്ലെന്ന്. നിനക്ക് ശീലമില്ലാത്ത ഒന്നും എടുത്ത് നീ ധരിക്കല്ല. സ്വതന്ത്രം പറഞ്ഞല്ല. ഹല്ലേലൂയ. നിനക്ക് ശീലമില്ലാത്ത ഒരു ശുശ്രൂഷ നീ കയറി എന്ത് ചെയ്യരുത് പറഞ്ഞേ. ഹല്ലേലൂയ. നിന്നെ ഏൽപ്പിച്ചില്ലെങ്കിൽ നീ ആരുടെ തലയെ കൊണ്ട് കൈയൊന്നും വെക്കല്ല. അതിനുള്ള അധികാരം നിനക്കില്ലേ. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോണം. അഭിഷേകം ഉണ്ട്, ആരുടെയും തലയെ കൈ വെച്ചോണം. പ്രൈസ് ദി ലോർഡ്. അല്ലേ നീ അടിമേടിച്ചോണ്ട് വീട്ടിൽ പോകും. കാരണം നീ കേൾക്കുന്നിടത്ത് ആ പോര് നിന്റെ പുറകെ വരും. ഒരു സ്വത്രം പറഞ്ഞേ. നല്ല ഹല്ലേലൂയ പറയണം. നീ ഇറങ്ങുവാണെ ഒരു കാര്യം ഓർത്തോണം, ആട്ടുംകൂട്ടിയെ വിടുവിച്ചാൽ സിംഹം നിന്റെ നേരെ വരും. നിന്റെ നേരെ വന്നാൽ തിരിഞ്ഞതിനെ കീറാനുള്ള അധികാരം നീ പ്രാപിച്ചോണം. അത് പ്രാപിച്ചേ കൈവെക്കാൻ പോകാവുള്ളൂ. കരമടിച്ച് നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ആത്മാവിന്റെ അധികാരമുള്ളവനെതിരെ എഴുന്നേൽക്കുന്ന പോരിനെ കീറിക്കളയാൻ. ഇന്ന് രാത്രി ചില പോരുകൾ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാ. നാളുകളായി നിനക്കെതിരെ അലറിയടുക്കുന്ന, ആരെ വിഴുങ്ങണമെന്ന് വിചാരിച്ച് അലറിയടുക്കുന്ന ചില വ്യാപാരങ്ങള് ഒരിക്കലൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കട്ടെ. ദാവീദെല്ലാം അവിടെ ഊരിക്കൊടുത്തു വെച്ച് 5 കല്ലെടുത്തു, കവണിയെടുത്തു. ഒറ്റ ചെലവ്. ചെന്നത്, എടാ ഞങ്ങളുടെ ജീവനുള്ള ദൈവത്തെ നിന്ദിക്കുന്ന അഗ്രചർമ്മി, നീ നിന്ദിക്കുന്ന യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ നേരെ കയറി വരികയാ. ഇന്ന് രാത്രി ഓടുന്നത് വെറും കൈയോടാകല്ലേ. ഈ രാത്രി നീ യേശുവിന്റെ നാമത്തിൽ ഓടാൻ തയ്യാറായാൽ, മനസ്സിലാകുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. നിന്റെ കയ്യിൽ ഈ രാത്രി ഒരു നാമം ഉണ്ടായിരിക്കണം. അവൻ ആ നാമത്തിൽ അങ്ങോട്ട് അണിക്ക് നേരെ ഓടി. അപ്പൊ ഈ മുട്ട മനുഷ്യൻ, കാലന്റെ രൂപത്തിലുള്ള ഈ മനുഷ്യൻ കളിയാക്കി ചിരിച്ചു. എടാ ചെറുക്ക, ഇവന് വലിയ വലിപ്പമില്ല. സ്വത്രം പറഞ്ഞേ. ശുശ്രൂഷയ്ക്ക് വലിയ വലിപ്പം വേണ്ട. നിങ്ങൾ ഹല്ലേലൂയ പറഞ്ഞില്ല. ശുശ്രൂഷയ്ക്ക് വലിയ നീളവും മണ്ണും ഒന്നും വേണ്ടെന്ന്. ശുശ്രൂഷയ്ക്ക് വേണ്ടത് അഭിഷേകമാണ്. സ്വത്രം പറഞ്ഞില്ല. നിന്റെ കൊടവയറ് കണ്ടല്ല പിശാച് പോകുന്നത്. നിന്റെ പൊണ്ണത്തടി കണ്ടല്ല പിശാച് പോകുന്നത്. നിന്നിൽ വ്യാപരിക്കുന്ന അഭിഷേകം കണ്ടിട്ടാ. സന്തോഷമുണ്ട്. സ്വത്രം പറയണമേ. ഹല്ലേലൂയ. ദാവീദ് ഒരു കൊച്ചു ചെറുക്കൻ. ഇവൻ പറഞ്ഞടാ, നിന്നെ ഞാൻ തല്ലിക്കൊന്ന് ആകാശത്തിലെ പക്ഷിക്കെല്ലാം കൂടെ തിന്നാൻ കൊടുക്കുന്നു. അപ്പൊ ഈ പക്ഷികളും വിചാരിച്ചാണ് ഇവനെ തിന്നാനാണ് എത്ര കിലോ ഉണ്ട്. പക്ഷെ ഈ നിൽക്കുന്നവൻ വീണ് കിട്ടിയാൽ ഞങ്ങൾക്കൊരു മാസത്തേക്കുള്ള ആഹാരമുണ്ട്. ഒരു ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. ദാവീദ് ഒന്നുകൂടെ ഈ നാമം ആവർത്തിച്ചു. ഇന്ന് രാത്രി നാമം ആവർത്തിച്ചോണം. നിന്നെ വിളിച്ചിട്ട് പെറ്റ്സ്കാൻ്റെ റിപ്പോർട്ട് വന്നു. നമുക്ക് വലിയ ഗമേല പറയുന്നത്. ഇംഗ്ലീഷൊന്നും അറിയത്തില്ലേലും എന്തോ സ്റ്റാൻഡേർഡാണെന്നറിയോ. ഞങ്ങളുടെ അച്ഛന് ഷുഗറായി ഇടയായിട്ട്. പുള്ളിക്കാരന് ഹാർട്ടാ. എന്തുവാണെന്നൊന്നും അറിയത്തില്ല, ചുമ്മാ അങ്ങ് പറയാം ഹാർട്ടാ. പിന്നെ യൂറിക് ആസിഡ് ഇച്ചിരി കൂടുതലാണെന്നാണ് ഈയിടെ പറയുന്നത്. സ്തോത്രം. എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ. ഈ യോബിൻ്റെ പെണ്ണും പിള്ളേയും പണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളുടെ അച്ഛന് ഹാർട്ടാ, ലിവറാ, ലങ്സാന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴാണ് പുള്ളിക്ക് ഇപ്പോൾ മൂക്ക് തൊട്ട് കാലിൻ്റെ വെള്ള വരെ ചൊറിയായി. അപ്പോൾ പൊതുയോഗത്തിൽ ചെന്നപ്പോൾ ഞങ്ങളുടെ അങ്ങനത്തെ അച്ഛന് ചൊറിയാന്നങ്ങനെ പറയുന്നത്. മിണ്ടുന്നില്ല. ഹാർട്ടോ ലിവറോ ഒക്കെ ആണെങ്കിൽ പറയാനൊരു സ്റ്റാൻഡേർഡില്ലേ. ഇത് ചൊറിയാന്നങ്ങനെ പറയുന്നത്. അതിന് അമ്മാമ്മ ഒരു മാർഗം കണ്ടുപിടിച്ചു. അമ്മാമ്മ പറഞ്ഞു, എടോ മനുഷ്യൻ നിങ്ങളങ്ങ് ചാകെ. ചത്താ പിന്നെ ചൊറിയാന്ന് പറയണ്ട, ചത്തെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഹലോ, പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഉടനെ അച്ഛൻ പറഞ്ഞെടി, നിനക്ക് ഈ ചൊറിയും 3000 ആട് പോയത് 7000 ആട് പോയത് 3000 ഒട്ടകം പോക്കി അറിയത്തുള്ളൂ. എനിക്ക് വേറൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. എനിക്ക് ഭാര്യ മാത്രമല്ല, ചൊറിയുള്ള ബോഡി മാത്രമല്ല, എനിക്കൊരു വീണ്ടെടുപ്പുകാരനുണ്ട്. ഇന്ന് രാത്രി നീ ദൈവത്തെ സ്തുതിച്ചോണം. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും നഷ്ടപ്പെട്ടതിനെല്ലാം വീണ്ടെടുത്ത് നിന്റെ കയ്യിൽ തരാൻ കരുത്തുള്ള ഒരു ദൈവം നിനക്കുണ്ടെങ്കിൽ ഈ രാത്രി പ്രതിസന്ധിയെ കണ്ട് നീ പേടിക്കരുത്. ഹല്ലേലൂയ. ഈ പിശാചിനെ ആകെ അറിയാവുന്ന നിന്റെ 7000 ആടിനെ തട്ടാനേ ഉള്ളൂ. പക്ഷേ 7001 തട്ടാൻ അവൻ അറിയത്തില്ല.
പക്ഷെ വീണ്ടെടുപ്പുകാരന്റെ പ്രത്യേകത അറിയണ്ടേ? 14,000 ആക്കി തിരിച്ചു തരാൻ കഴിയും. ഹലോ, ഈ രാത്രി അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. നീ സ്ഥിരതയോടെയാണോ? സ്ഥിരതയോടെയാണെങ്കിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട് ഈ 5-ാമത്തെ രാത്രി ദൈവാത്മ പറയുന്നു, ദൈവം നിനക്ക് മടക്കി തരും. സ്തോത്രം. അപ്പൊ ഇവൻ അണിക്ക് നേരെ ഓടി ചെന്നിട്ട് ഒറ്റയേറ്. എഴുതിയേക്കുന്നത് നിങ്ങൾ 50-ാം വാക്യം വായിച്ചല്ലോ. ഒരു കവണിയും ഒരു കല്ലും കൊണ്ട് ദാവീദ് ഗോലിയാത്തിനെ മറിച്ചിട്ടു. ഒരു സ്തോത്രം പറഞ്ഞില്ല. ഇന്ന് രാത്രി ഒത്തിരി ഒന്നും വേണ്ടെന്നേ. നിന്റെ കയ്യിലെ ഒരു കവണിയും ഒരു കല്ലും കൊണ്ട് ഇസ്രായേൽ പാളയത്തെ മുഴുവൻ വെരുട്ടിയ ഒരു വ്യാപാരത്തെ മറിച്ചിടാൻ കഴിഞ്ഞു. ദാവീദ് അവിടെ നിന്നില്ല. ദാവീദ് ഒറ്റ ഓട്ടമാ. ഓടിച്ചെന്ന് വീണവന്റെ ചങ്കത്തോട്ട് ചവിട്ടി. ദൂത് വേഗത്തിൽ എന്റെ ശത്രുവിനെ കാൽ കീഴാക്കുമെന്നല്ലേ അവൻ അങ്ങോട്ട് ചെന്നിട്ട് ഈ ഗോലിയാത്തിന്റെ ചങ്കത്തോട്ട് ചവിട്ടി. ഓ, നിന്നിട്ട് അവന്റെ വാളൂരി അവന്റെ കഴുത്തു വെട്ടി. ചോര ഒഴുകുന്ന തല മുകളിലോട്ട് പൊക്കിയപ്പോ പെരിസ്യ പാളയമെല്ലാം കൂടെ ഓടി. അഭിഷേകത്തോടെ നീ ഓടാമോ? അഭിഷേകത്തോടെ നീ ഓടാമോ? 40 ദിവസം വെല്ലുവിളിച്ച പെരിസ്യൻ പരക്കം പായും. ഇന്ന് രാത്രി സഭയ്ക്ക് നേരെ ഉയരുന്ന ഏത് വെല്ലുവിളിയായാലും, അത് അപവാദമാകട്ടെ, അത് ആഭിചാരമാകട്ടെ, അത് വെല്ലുവിളിയാകട്ടെ, ഇന്ന് രാത്രി അതിനെതിരെ ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയാൽ, ഓ, വിശ്വസിക്കുന്നവർ മൗനമായിരിക്കരുത്. അസാധാരണമായ ഒരു ദൈവ കൃപ ഇന്ന് രാത്രി ഈ പന്തലിൽ വ്യാപരിക്കുകയാ. വീട്ടിൽ പോയതേ, ഇങ്ങോട്ട് വന്നത് അപ്പം പത്ത് മലരെ പാൽക്കട്ടിയല്ലായിട്ടാ. അങ്ങോട്ട് ചെന്നത് ചോര ഒഴുകുന്ന ഈ ഗോലിയാത്തിന്റെ തല ഒരു കയ്യിൽ ആ ചോര ഒഴുകുന്ന വാള് ഇത് പിടിച്ചോണ്ടാ വീട്ടിലോട്ട് ചെന്നേ. അപ്പന്റെ കൈ കൊണ്ട കൊടുത്തു. അപ്പൻ ചോദിച്ചു, എന്നെ അപ്പം പറഞ്ഞില്ലേ പോയിട്ട് വരുമ്പോൾ ലക്ഷ്യം മേടിച്ചോണ്ട് വരാൻ? ഹലോ, നമ്മൾ പോയിട്ട് ഐസ്ക്രീമും മേടിച്ചോണ്ടാ വരുന്നേ. സ്തോത്രം പറഞ്ഞില്ല. പിള്ളേർക്ക് കൊടുക്കാനുള്ള ലോലിപ്പപ്പും കൊണ്ടാണ് നമ്മൾ ചെല്ലുന്നേ. ദാവീദ് തിരിച്ചു വന്ന ലോലിപ്പപ്പും കൊണ്ടല്ല, വെല്ലുവിളിച്ചവന്റെ തലയുമായിട്ടാ. ഇന്ന് രാത്രി ആരും വെറും കൈയോടെ മടങ്ങരുത്. സന്തോഷമുള്ളവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കാവുള്ളൂ. നാളുകളായി നിനക്ക് ഒരു നിലയിലും അഭിഷേകത്തിൽ ഉയരാൻ കഴിയാതെ നിന്നെ വെല്ലുവിളിക്കുന്ന വ്യാപാരങ്ങളെ ഇന്ന് രാത്രി കൊയ്തിറക്കുവാൻ ഹല്ലേലൂയ. ഒന്ന് ശ്രദ്ധിക്കണേ. വെല്ലുവിളിക്കുന്ന ശത്രു എത്ര ശക്തനായാലും അഭിഷേകത്താൽ അതിനെ വീഴ്ത്താം. പക്ഷെ അടുത്ത ഓട്ടം അമ്മായിയപ്പനായ ശൗല് ഒരു നല്ല കുന്തമൊക്കെ അങ്ങ് പണിയിപ്പിച്ചു. സ്തോത്രം. കുന്തം പണിയിപ്പിച്ചിട്ട് പുള്ളിക്കാരന് എവിടെ ഇരിക്കുന്നു അവിടെ വെച്ച് കുന്തം കുത്തി ഇവനെ കൊല്ലാൻ ശ്രമിച്ചു. 1 അല്ല 3 വട്ടം ശ്രമിച്ചു. ദാവീദ് അവിടുന്ന് ഒരു ഓട്ടം ഓടി. സ്തോത്രം. ഗോലിയാത്തിന് നേരെ ഓടി. ശൗലിന്റെ വിഷയം വന്നപ്പം വീട്ടിൽ നിന്ന് ഓടി. സ്തോത്രം പറഞ്ഞു. പക്ഷെ പ്രശ്നം തീർന്നില്ല. ദൈവം അവനെ തിരിച്ചൊക്കെ വരുത്തിയെങ്കിലും ഇപ്പൊ അബ്ശാലോം അവനെ ഓടിച്ചു. ഹലോ, അബ്ശാലോമിന്റെ വിഷയം വന്നപ്പോ തലേ തുണിയിട്ടുകൊണ്ട് കാലെ ചെരിപ്പെടാതെ ഓടിക്കളഞ്ഞു. മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? ശ്രദ്ധിച്ചോണേ. ഒരു സിംഹത്തെ തോപ്പിച്ചത് കൊണ്ടോ, ഒരു കരടിയെ തോപ്പിച്ചത് കൊണ്ടോ, ഒരു ഗോലിയാത്തിനെ മറിച്ചത് കൊണ്ടോ പ്രശ്നം തീരത്തില്ല. രാജത്വത്തിന്റെ നിയോഗമുള്ളവനെ നിലം തൊടിയിപ്പിക്കാതെ ഓടിക്കാൻ കഴിയുന്ന കുടുംബത്തിനകത്തെ ചില പോരെ. ഒരു ഭാഗത്ത് അമ്മായിയപ്പൻ കുന്തം കൊണ്ട് നിൽക്കുന്നു, മറുഭാഗത്ത് അബ്ശാലോം വാളും കൊണ്ട് നിൽക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ പൈതലെ, നീ മുഴിസ്രായേലിന്റെ രാജാവാകുമെന്ന് അഭിഷേകം ചെയ്തപ്പോൾ ശൗമേൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലോകത്തിന്റെ എല്ലാ ശക്തികളും നിനക്കെതിരെ എഴുന്നേറ്റാലും നിന്നെ മാനിക്കുന്ന ഈ രാത്രി ആത്മാവ് ദൂത് പറയുകയാ. ഹല്ലേലൂയ. എത്ര പ്രതിസന്ധി വന്നാലും മാനിച്ചുയർത്താൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്.
ഓ റീബാലാബ ശംദര. നിങ്ങൾ ഈ ശൗലിനെ ഒന്ന് പഠിച്ചോണേ, സമയമില്ലെങ്കിലും ശൗലിനെ ഒന്ന് പഠിക്കണം. ഒരു മിനിറ്റ്. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകം 18:9. ദേവദാസി ഒന്ന് വായിച്ചേ. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. നമുക്കൊരു ചികിത്സയില്ലാത്ത രോഗമാണ്. ഹലോ, എന്നു മുതൽ ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ 40 ദിവസം മുട്ടിരിപ്പിച്ച വ്യാപാരത്തെ അഭിഷേകത്താൽ വെട്ടി നശിപ്പിച്ചപ്പോൾ അന്നു മുതൽ ശുശ്രൂഷ എന്ന് വെളിപ്പെട്ടോ അന്നു മുതൽ അമ്മായിയപ്പൻ എന്തോ തുടങ്ങി? കണ്ണുകടി തുടങ്ങി. 14 വായിച്ചേ. ദാവീദിന്റെ എല്ലാ വഴി. ഒരു മിനിറ്റ്, ആ വാക്യത്തിന് അടുത്ത വാക്യം വായിച്ചേ. കണ്ണുകടി തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. ദൈവാത്മാവ് ഉണ്ടായിരുന്നവന് കണ്ണുകടി തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ അടുക്ക് നിന്ന് ദുരാത്മാവ് അവന്റെ അടുക്ക് കയറി. സ്തോത്രം പറഞ്ഞില്ല. നമ്മളെ ആയിരിക്കും എല്ലാം ദൈവാത്മാവാണെന്ന്. സ്തോത്രം പറഞ്ഞില്ല. ഹലോ, കണ്ണുകടി ഉണ്ടോ? കറക്റ്റ് നിന്റെ ദേഹത്ത് ദുരാത്മാവ് കയറിയിരിക്കും. സന്തോഷമുണ്ടേ അല്ലേ പറഞ്ഞ? ദൈവാത്മാവ് ഉണ്ടായിരുന്ന മനുഷ്യനാ. അവനിപ്പോ ശുശ്രൂഷ വെളിപ്പെട്ടപ്പോ എന്തോ ഉണ്ടായി? കണ്ണുകടി ഉണ്ടായപ്പോ കൂടെ എന്തോ കയറി? നമ്മുടെ യൂദ ഈ കർത്തൃമേശയുടെ മുമ്പുള്ള പെസകയുടെ അപ്പക്കണ്ടം മേടിച്ചപ്പോൾ പിശാച് അകത്ത് കയറിയ പോലെ ഇവന് കണ്ണുകടി വരികയും ദുരാത്മാവ് എന്ത് ചെയ്തു? അകത്ത് കയറി. ഇനി വായിച്ചോ 14-ാമത്തെ വാക്യം. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. ഒരു സ്തോത്രം പറയണം. നിന്റെ പ്രതിയോഗിക്ക് ദുരാത്മാവ് കയറിയാൽ നീയും കൂടെ അങ്ങ് ദുരാത്മാവിലാകല്ല. ദാവീദ് തന്റെ എല്ലാ വഴികളിലും പറയെല്ലാരും കൂടെ വിവേകത്തോടെ. ഇവിടെ ആ ദൈവകൃപയുടെ അളവറിയുന്നേ. എല്ലാത്തിനും നീ പ്രതികരിക്കണ്ട, എല്ലാത്തിനും മറുപടി പറയണ്ട, എല്ലാത്തിനെയും ബാക്കി എഴുതി വിടണ്ട. നീ വിവേകത്തോടെ നിന്നാ മതി. പ്രവർത്തിക്കുന്ന ദൈവമുണ്ട്. വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിക്കട്ടെ. ഇന്ന് രാത്രി എല്ലാത്തിനും മറുപടി നീ പറയണ്ട, നീ വിവേകത്തോടെ നിൽക്കണം. അമ്മായിയപ്പന് ദുരാത്മാവ് കയറിയപ്പോൾ ഇവൻ വിവേകമുള്ളവനായി മാറി. ഈ രാത്രി എല്ലാ ദൈവദാസന്മാരും ഏറ്റെടുക്കണം. ദാവീദ് എല്ലായ്പ്പോഴും എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. ദൈവസഭയ്ക്ക് എപ്പോഴൊക്കെയോ നഷ്ടപ്പെട്ടു പോയത് വിവേകമാണ്. അതുകൊണ്ട് അവിവേകത്തോടെ പലതും ചെയ്യുകയും പലതും പറയുകയുമാണ്. ഇന്ന് രാത്രി ദാവീദിന് എന്തുകൊണ്ടായി? അടുത്ത വാക്യം വായിച്ചേ. 18. ദാവീദ് ശൗലിനോട്, രാജാവിന്റെ മരുമകനായിരിക്കാൻ ഞാൻ. ഒരു മിനിറ്റ്, 8-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 8-ാമത്തെ വാക്യം. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവൻ അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്ന് അവൻ പറഞ്ഞു. അന്നു മുതൽ ശൗൽ ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു തുള്ളി. ഹലോ, ആത്മാവി തുള്ളി എന്നല്ല. എല്ലാരും ഇവിടെയാണോ? ഒന്നവന് കണ്ണുകടി തുടങ്ങി, 2 അവനെ ഏറ്റവും കോപിച്ചു, 3 ദുരാത്മാവ് കയറി, 4 അവൻ പെരയ്ക്കകത്ത് ഉറഞ്ഞു തുള്ളി. പ്രൈസ് ദി ലോർഡ്. തീർന്നില്ല. അടുത്ത വായിച്ചേ. ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. ഇതെല്ലാം വരുമ്പോഴും വിവേകമുള്ളവൻ കിന്നരം വായിച്ചുകൊണ്ടിരിക്കണം. എന്തോ കിന്നരം വായിക്കുന്നേ? എന്റെ താഴ്ചയിൽ എന്നെ ഓർത്തവനെ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. ആ കിന്നരം വായിച്ചോണ്ട് അതുവിധം പറഞ്ഞെന്നല്ല. അവനിരുന്ന് കിന്നരം വായിച്ച കുന്തം നേരെ വരുമ്പോ, കണ്ണുകടി വരുമ്പോ, ദുരാത്മാവ് കയറുമ്പോൾ അവൻ കിന്നരം വായിച്ച്, യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തിലേക്ക് എന്നെ നടത്തി. രാത്രി വിവേകമുള്ളവൻ പാട്ടുപാടി കിന്നരം വായിച്ച് ദൈവത്തെ ആരാധിക്കും. പ്രതിയോഗി കുന്തമെടുക്കുമ്പോൾ നീ തിരിച്ച് കുന്തമെടുക്കരുത്. തീർന്നില്ല. ദേവദാസി വായിച്ചേ.
ശൗലിന്റെ കയ്യിൽ ഒരു കുന്തം ഉണ്ടായിരുന്നു. മറ്റവന്റെ കൈ കിന്നരവും ഇവന്റെ കയ്യിൽ കുന്തവും. സ്തോത്രം. നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കണം. ഓരോരുത്തരുടെ കയ്യിൽ എന്നാ ഇരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. ഞാൻ ഒരു മർമ്മം പറയാം. ഈ നാട്ടുകാർ കാണുമ്പോൾ മഹാപുരോഹിതനായ അഹരോന്റെ കയ്യില് മോശയുടെ വടിയായിരിക്കുന്നത്. ചെങ്കടൽ വിഭജിക്കുന്ന, പാറയിൽ നിന്ന് വെള്ളം ചാടിക്കുന്ന ആ വടിയായിരിക്കുന്നത്. പക്ഷെ പുള്ളിയുടെ തോളത്തൊരു സഞ്ചിയുണ്ട്. സഞ്ചിക്കകത്ത് നല്ല സൂപ്പർ ഉളിയിരിപ്പുണ്ട്. അത് വിശ്വാസി കണ്ടിട്ടില്ല. അവസരം വന്നാൽ കാളെ കൊത്തി ഉണ്ടാക്കുന്ന ഉളി പോക്കറ്റ് ഇട്ടുണ്ടാ പുള്ളി വടിയുമായിട്ട് നടക്കുന്നത്. നല്ല സ്വോത്രം പറയണം. നമ്മളത് വിവേചിച്ചറിയണമെന്ന്. സംഗതി നമ്മൾ കാണുമ്പോൾ എന്തോ കൈക്കകത്തിരിക്കുന്ന മോശയുടെ വടി, തമ്പുരാൻ പർവ്വതത്തിൽ നിന്ന് കൊടുത്ത അഭിഷേകത്തിന്റെ വടി. പക്ഷെ സഞ്ചിക്കകത്ത് തന്നെ ഉണ്ട് അവസരം കിട്ടിയ നല്ല കാളന്മാരെ ഉണ്ടാക്കിയെടുക്കുന്ന ഉളി. നമ്മൾ കണ്ടില്ലെന്ന് വിളിച്ചാ സ്വോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ സഞ്ചിയൊക്കെ വരുമ്പോൾ ഒന്ന് നോക്കണം, അകത്ത് തുളിയുണ്ടോ, കൊട്ടുപിടിയുണ്ടോ, കാളന്മാർ പുറത്ത് വരുന്നുണ്ടോ. സ്വോത്രം പറയണം. ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നമ്മൾ പലതും വിവേചിക്കാത്തോട് ഒത്തിരി കുഴപ്പമുണ്ട്. ഇവിടെ ഇന്ന് നമ്മുടെ എനിക്കൊന്ന് മാമച്ചൻ പാസ്സാണ് ഏലിയാവിൻ്റെ കാര്യം പറഞ്ഞു. ഏലിയാവിൻ്റെ കാര്യം, ചൂരച്ചോട് ചൂടിക്കിടന്ന കാര്യം പറഞ്ഞു ഫിന്നി പാസ. ഈ ചൂരച്ചോട് ചൂടി കിടക്കാൻ ഒരു കാര്യമുണ്ട്. അമ്മാമ്മമാർ പിണങ്ങാതിരിക്കാമെങ്കിൽ ഞാൻ പറയാം. നമ്മുടെ ഈ സാരാഭാത്തിലൂടെ ചെല്ലുന്നതിന് മുമ്പേ ഈ അമ്മാമ്മ പറണിക്കകത്ത് നോക്കിയപ്പോൾ ഒരടയുണ്ടാക്കാനുള്ള മാവ് എണ്ണയുണ്ട്. മറ്റേ പറണി നോക്കിയപ്പോൾ ഒരു അടയുണ്ടാക്കാനുള്ള മാവുണ്ട്. അപ്പോൾ അമ്മാമ്മ പറഞ്ഞു, ഇതുകൊണ്ട് ഞാൻ അടയുണ്ടാക്കും, ഞാനും മോനും തിന്നും, ഞങ്ങൾ രണ്ടും ചാവും. അത് കഴിഞ്ഞ് അമ്മാമ്മ വിറക് പറക്കാൻ പോയി. വിറക് പറക്കാൻ പോയപ്പോൾ 2 വിറക് പറക്കും, വീട്ടിൽ കൊണ്ടുവരും, കത്തിക്കും, അടയുണ്ടാക്കും, തിന്നും, ഞങ്ങൾ രണ്ടും ചാവും. സ്തോത്രം. അടയുണ്ടാക്കി തിന്നാൻ നേരമായപ്പോഴാണ് പാവ ഉപദേശി കയറി വരുന്നത്. ഉപദേശി പറഞ്ഞു, അല്പം വെള്ളം തരണം. വെള്ളം എടുക്കാൻ പോയി പറഞ്ഞു, 1 മുറി അടയൂടെ, ചാകും എന്ന് പറഞ്ഞ് ഉണ്ടാക്കിയ അടയാ അച്ഛന് കൊടുത്തു. ഈ അമ്മാമ്മ അറന്ന വാക്ക് പറഞ്ഞെന്ന്, ഞാൻ തിന്നും ചാകും എന്ന് പറഞ്ഞുണ്ടാക്കിയ അട ആർക്ക് കൊടുത്തു? ഉപദേശിക്കുക. അത് വയറ്റി കിടന്ന് പരിണമിച്ചു. സ്വോത്രം. ഇപ്പൊ പുള്ളി പറയാം, ഞാൻ ചാവും, നിങ്ങൾ മിണ്ടുന്നില്ല. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ഈ പാപത്തിന്റെ വാക്ക് പറഞ്ഞ്, ശാപത്തിന്റെ വാക്ക് പറഞ്ഞ് ഉണ്ടാക്കിയത് ഉപദേശിയുടെ വായിലോട്ട് കൊടുത്തു. ഉപദേശി എന്ന് വയറ്റി കിടന്ന് പരിണമിച്ചപ്പോൾ ഉപദേശി പറയാണ്, എന്നോ തീ ഇറക്കിയാലും ഞാൻ ചാവും. മനസ്സിലാകുന്നുണ്ടല്ലോ? അതുകൊണ്ട് വിവേചിച്ചേ വല്ലതൊക്കെ മേടിച്ച് കഴിക്കാവുള്ളൂ. കരമടിച്ചൊരു സ്വോത്രം പറഞ്ഞേരെ. നീ കൃപ വിട്ട വാക്ക് പറഞ്ഞുണ്ടാക്കിയ സാധനം കഴിച്ചിട്ട് നിനക്കായിട്ട് തന്നെ ഒരു ദോഷം വരല്ലേ. നല്ല ഹല്ലേലൂയ പറയണം. അപ്പൊ ഇതിനെന്തോ പ്രതിവിധി? ഇത് യോനാച്ചാൻ വന്നാൽ തിരുന്ന കേസല്ല. കറക്റ്റ് തമ്പുരാൻ ഇറങ്ങി. തമ്പുരാൻ വിഷയം വിവേചിച്ചപ്പോൾ വിഷയം എന്നറിയാമോ? അപ്പം തിന്ന കേസാ. അതിന് തമ്പുരാൻ മേളിൽ നിന്ന് അപ്പം ഇറക്കി. ഇത് അപ്പം കൊടുത്താലേ കേസ് അഴിയത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ടോ? ഹലോ, ഈ അപ്പം തിന്നുണ്ടായ കേസുകൊണ്ട് തമ്പുരാൻ മേളിൽ നിന്ന് അപ്പം ഡയറക്റ്റ് ഇറക്കി. 1 പ്രാവശ്യം കഴിഞ്ഞിട്ട് കെട്ടഴിഞ്ഞില്ല, പിന്നെയും പുള്ളി ചാകാൻ കിടക്കുക. 2ാമത് അപ്പം ഇറക്കി. ചിലതൊക്കെ 2 പ്രാവശ്യമൊക്കെ പ്രാർത്ഥിച്ചാലേ അഴിയത്തുള്ളൂ കേട്ടോ. കരമടിച്ചൊരു സ്വോത്രം പറഞ്ഞേര്. അയ്യോ, ചില ബന്ധനമൊക്കെ വന്നാൽ 2 പ്രാവശ്യം പ്രാർത്ഥിച്ചാലും അഴിയത്തില്ല. നിരാത്രി മനസ്സിലാകുന്നുണ്ടോ? നിന്റെ അഭിഷേകത്തെ ഒതുക്കാൻ മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അപ്പൊ നിങ്ങൾ വായിച്ചേ, ആ ദൈവദാസി ഒന്നുകൂടെ വായിക്കണം. അടുത്ത വാക്യം ഒന്ന് വായിക്കണം. 15ാമത്തെ വാക്യം. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നുവെന്ന് ശൗൽ കണ്ടിട്ട് അവങ്കൽ ആശങ്കിതനായി തീർന്നു. വായിച്ചോ. എന്നാൽ ദാവീദ് ഇസ്രായേലിലെ യഹൂദയ്ക്ക് നായകനായി പെരുമാറിയത് കൊണ്ട് അവരൊക്കെ അവനെ സ്നേഹിച്ചു. അടുത്ത വാക്യം. അനന്തരം ശൗൽ ദാവീദിനോട്, എന്റെ മൂത്ത മകൾ മേരമുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എന്റെ കൈയല്ല, ഫെലിസ്ത്യരുടെ കൈ അവന്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. മോളെ കെട്ടിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. നമ്മളൊക്കെയാണ് നേരെ പോയി രാജാവിന്റെ പെണ്ണെ കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു അന്തസ്സല്ലേ, രാജാവിന്റെ മരുമോൻ. പക്ഷെ രാജാവിന്റെ മനസ്സിലെന്നറിയാമോ? ഈ പെണ്ണിനെ കാണിച്ചുകൊണ്ട് കെണി ഒരുക്കി ഇവനെ ഫെലിസ്ത്യന്റെ കയ്യാത്ത് കൊല്ലണം. ആ വാക്യം വായിക്കണം. അപ്പൊ ഈ കല്യാണം ആലോചിച്ച് വീടോ കാറോ കണ്ട് കെട്ടിയേക്കല്ലേ. പറയുന്നത് ഈ വാക്യം വായിക്കണം. ഭയങ്കര സംഭവം. ഹല്ലേലൂയ.
ജോൺസൺ സാറേ, ഞാനിത് വായിച്ചപ്പോൾ ആകെപ്പാടെ ഞെട്ടിപ്പോയി. ഈ പെണ്ണിനെ, മൂത്ത മോളെ കാണിച്ച് കല്യാണം കഴിപ്പിച്ചിട്ട് ആ കേറോപ്പി പെലിസ്റ്റന്റെ കൈ ആരുടെ മേൽ വീഴണം. അപ്പം ദാവീദിന് നേരെ അമ്മായി ഇപ്പൊ കെണിയൊരുക്കുമായിരുന്നു. പലതും കെണിയാ. ഉത്തരം പറഞ്ഞില്ല. ഹലോ, നീ പോയി കെണിക്കകത്ത് വീടല്ലേ. എന്നെ കാര്യമെന്നറിയാമോ? 21 വാക്യം വായിച്ചേ. നീ രണ്ടാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണോ എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ തന്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ച്, ഇതാ രാജാവിന് നിന്നെ പ്രിയമാകുന്നു, അവന്റെ ഭൃത്യന്മാരൊക്കെ നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിന്റെ മരുമകനായി തീരണോ എന്ന് പറവീനെന്ന് കൽപ്പിച്ചു. ശൗലിന്റെ ഭൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറേ ദാവീദ് രാജാവിന്റെ മരുമകനാകുന്നത്. സമയമില്ലാത്തോണ്ട് 29 വായിച്ചു. ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന്റെ നിത്യശത്രുവായി തീർന്നു. എല്ലാരും ഇവിടെ ഉണ്ടല്ലോ അല്ലേ? മോളെ കൊണ്ട് കെട്ടിക്കാതിരിക്കാം. മൂത്ത മോളെ കാണിക്കുന്നു, ഇളയ മോളെ കാണിക്കുന്നു, കെട്ടിക്കാൻ നോക്കുന്നു. ഇതെല്ലാം ചെയ്യുമ്പോൾ തന്നെ ഇവന്റെ ഉള്ളിയിരിക്കുന്ന എന്തുവാ? ഹലോ, നിനക്കൊരഭിഷേകം ഉണ്ടെങ്കിൽ നിന്നെ ഏത് രൂപത്തിലും കെണിക്കകത്താക്കി, മണ്ണ് കാണിച്ചോ പെണ്ണ് കാണിച്ചോ, ഹലോ പ്രൈസ് ദി ലോർഡ്, മരുമോനാക്കാമെന്ന് പറഞ്ഞോ, ഒക്കെ നിന്നെ ഒതുക്കാൻ നോക്കുന്നത് നിന്റെ അഭിഷേകത്തെ ശൗലിന് പേടിയാ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഗോലിയാത്ത് മാത്രമാണെങ്കിൽ നേരെ കയറി ചെല്ലാം. പക്ഷെ ശൗലിന്റെ നേരെ കയറി ചെല്ല. ഒഴിഞ്ഞു മാറിക്കോണം. ഒഴിഞ്ഞു മാറിയിട്ട് ഇവൻ ഓടി കേട്ടോ. ഇവൻ ഓടി. പിന്നെയും ഒരു 8-9 ഗോത്രത്തിന്റെ രാജാവൊക്കെ ആയപ്പോൾ ആ മോൻ സൗന്ദര്യമുള്ളവൻ, അവൻ വാതുക്കെ വരുന്നവരെല്ലാം കെട്ടിപ്പിടിച്ച് ചുംബിക്കുക. ഇപ്പൊ പിന്നെ നമ്മുടെ മുളക്കരെ ക്യാമറ ഒക്കെ ഉള്ളതുകൊണ്ട് കെട്ടിപ്പിടിച്ചാൽ നമ്മൾ അറിയും. ശൗലിൻ ദാവീദിന്റെ അവിടെ ക്യാമറ ഇല്ലായിരുന്നു, CC ക്യാമറ ഇല്ല. അതുകൊണ്ട് ആരാ കെട്ടിപ്പിടിച്ചതൊന്നും ദാവീദ് കണ്ടില്ല. സ്വോത്രം പറഞ്ഞാട്ട് അല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ? ഒരു സ്വോത്രം പറഞ്ഞേ, അല്ലേലൂയ. അപ്പൊ ഈ വരുന്നവരെ വാതുക്കെ വെച്ച് കെട്ടിപ്പിടിച്ച് ചുംബിച്ച് ഇവൻ അവിടുത്തെ രാജാവായി എന്നറിഞ്ഞപ്പോൾ ദാവീദിന് മനസ്സിലായി, നിക്കക്കള്ളിയിൽ ഇത് വീട്ടിനകത്തെ പോരാ. ഹലോ പ്രൈസ് ദി ലോർഡ്. നാട്ടിലെ പോരാണെങ്കിൽ ജയിക്കാൻ ഒരു കല്ല് ഒരു കവണിയും മതി. പക്ഷെ വീട്ടിനകത്തെ പോരാണെങ്കിൽ ഇറങ്ങി ഓടിയേക്കത്തുള്ളൂ. തലേ തുണിയിട്ട് കാലെ ചെരുപ്പിടാതെ ഇറങ്ങി ഒരൊറ്റ ഓട്ടം ഓടി. അവൻ ആ മല കയറി, ഒലിവ് മല കയറി, കേരിയതോട് കടന്നു. അവൻ ഓടി പോകുമ്പോൾ ഇന്നലെ വരെ ദൂത്, അച്ഛാ ധൈര്യമായിട്ടിരുന്നു, ഞാൻ കൂടുണ്ട്, ഞാനുണ്ടെങ്കിൽ അച്ഛാ ഒന്നും പേടിക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ദൈവദൂതന്റെ ദൂത് പറയുന്ന ഒരു പുള്ളിയാണ്. പുള്ളിയുടെ പേര് അഹീത്തോബേൽ. എന്തുവാ? അഹീത്തോബേൽ. പുള്ളിയായിരുന്നു എല്ലാം വേദവാക്യം പോലെ എല്ലാ കാര്യം അച്ഛാന്ന് വിളിച്ച് എല്ലാം ചെയ്യുന്ന. ഇന്ത്യയിലെ അച്ഛ അല്ല, ഇവിടുത്തെ അച്ഛ. പറഞ്ഞു പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പറഞ്ഞു നിൽക്കുന്ന അഹീത്തോബേൽ അപ്പുറത്ത് പോയി. അവന് ഈ അബ്ശാലോമിനെ കാട്ടി പേടി. ദൈവാലോചന പോലെ കാര്യങ്ങൾ പറയുന്ന അഹീത്തോബേലിന്റെ പക്ഷം മാറിയപ്പോൾ ദാവീദ് ഭയപ്പെട്ടു. ദാവീദ് മുട്ടുകുത്തി. ഒരു സ്വോത്രം പറഞ്ഞേ. അബ്ശാലോം വന്നപ്പോൾ ഓടിപ്പോയി. പക്ഷെങ്കിൽ അഹീത്തോബേൽ വന്നപ്പോൾ ദാവീദ് മുട്ടുകുത്തി. ദാവീദ് ഒറ്റ പ്രാർത്ഥന, ദൈവമേ അഹീത്തോബേലിന്റെ ആലോചനയെ അബദ്ധമാക്കണമേ. ഇന്ന് രാത്രി ഏറ്റെടുക്കുന്നവർ കരമടിച്ച് ദൈവത്തെ ആരാധിച്ചോണം. ചില ദുരാലോചനകൾ ദൈവം അബദ്ധമാക്കാൻ പോകുകയാ. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ ആരാധിക്കട്ടെ. വിരോധമായി നിൽക്കുന്ന ചില ദുരാലോചനകളെ ദൈവം അബദ്ധമാക്കും. ധികാര മനഗ രഗദ റൗഷ സൈഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അബ്ശാലോം ആബോക്ക് പോയി കരുവേലകത്തെ ഞാൻ യോവാബ് കൈകാര്യം ചെയ്തു. പട്ടിയെ തല്ലിക്കൊല്ലുന്ന പോലെ പള്ളക്കൂടെ കുന്തം കയറ്റിയിട്ട് അവനെ അടിച്ചു കൊന്നു. സ്വോത്രം പറഞ്ഞേ. അപ്പൊ നീ ഇവിടെ ഇങ്ങനെ ഷൈൻ ചെയ്യുമ്പോൾ ഓർത്തോണം, അപ്പുറത്ത് കരുവേലകം വളരുന്നുണ്ട്. നല്ല കുരുക്കുള്ള കരുവേലകം. ഹലോ പ്രൈസ് ദി ലോർഡ്.
ഏത് മലയിലോട്ട് ചെരുപ്പില്ലാതെ തുണിയിട്ടോണ്ട് ഓടിയോ, അങ്ങനെ ഓടുമ്പോൾ ശിമയി പുറകെ വന്നിട്ട് അവസരം കിട്ടിയല്ലേ. എപ്പോഴേലും ഇവരുന്ന് കുനിനെ കണ്ടിട്ട് പ്രാകാനിരുന്നോനാ. അവൻ പൂഴി വാരി എറിഞ്ഞ് നീജ ദുഷ്ടപാതക പോ പോ എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ട് ശിമയി വന്നു. ഉടനെ കൂടെ നിൽക്കുന്നു പറഞ്ഞ അച്ഛാ അവനെ വെട്ടിയേക്കട്ടെ പറഞ്ഞു. മണ്ടവനെ ഒരല്പസമയത്തേക്ക് ഇവനെ പ്രാകാൻ അനുവദിച്ചേക്ക. ഇതെല്ലാം എനിക്ക് അനുഗ്രഹമാകുന്നൊരു ദിവസമുണ്ട്. സ്തോത്രമാണ്. ഇന്ന് രാത്രിയിൽ അല്ല നിന്റെ കഷ്ടതയുടെ സമയത്ത്, നിന്റെ ഒറ്റപ്പെടലിന്റെ സമയത്ത്, നിന്റെ നിരാശയുടെ സമയത്ത് പുറകെ വന്ന് പ്രാഗി എന്ന് വരാം. പക്ഷെ നീ പേടിക്കരുത്. ഇതെല്ലാം അനുഗ്രഹമാക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. വിശ്വസിക്കുന്നവര് മാത്രമേ കരമടിച്ച് ദൈവത്തെ ആരാധിക്കട്ടെ. എല്ലാത്തിനെയും അനുഗ്രഹമാക്കി മാറ്റാൻ ഈ 9.5 ഗോത്രത്തിന്റെ അധികാരം പോയി നീ ഓടേണ്ടി വന്നത് നിനക്കൊരു പുതിയ അഭിഷേകം 12 ഗോത്രത്തിന്റെ രാജാവാക്കുന്നത്. സ്വോത്രം പറഞ്ഞില്ല. ഹല്ലേലൂയ. നിന്നെ 12 ഗോത്രങ്ങളുടെ രാജാവായി ദാവീദിനെ തിരിച്ചു കൊണ്ടുവന്നു. ഈ രാത്രി ഓർത്തോണം, നീ ഓട്ടം തുടങ്ങിയാൽ പ്രതിസന്ധി വരും. പക്ഷെ പിന്മാറരുത്, സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ലക്ഷ്യം തെറ്റിക്കരുത്. നമ്മൾ വായിച്ച കുറിവാക്യം മറക്കരുത്. ലാക്കിലേക്ക്, ലക്ഷ്യത്തിലേക്ക് നീ ഓടണം. ആ വാക്യം ഒന്ന് വായിച്ച് അവസാനിപ്പിക്കുക, സമയം പോകുന്ന കൊണ്ട്. വേഗം. ഫിലിപ്പിയ ലേഖനം 3:14. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്നും. ഇന്ന് രാത്രി എല്ലാരും പറഞ്ഞു ഒന്ന് ഞാൻ ചെയ്തെന്ന് പറഞ്ഞു. നീ 1000 കാര്യങ്ങളുടെ ഇടയ്ക്ക് സുവിശേഷ വേല ഇവിടെ ചെയ്യല്ലേ. സ്തോത്രം. വണ്ടിക്കച്ചവടവും വള്ളക്കച്ചവടവും ബ്രോക്കർ പരിപാടിയും കല്യാണ ബ്രോക്കറും വസ്തു പരിപാടും എല്ലാത്തിന്റെ ഇടയ്ക്ക് നീ സുവിശേഷ വേലയോടെ ചെയ്യരുത്. ഒരു കാര്യം ചെയ്യണം. സന്തോഷമുണ്ട് കൈയടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട് ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ എല്ലാത്തിന്റെ ഇടയ്ക്ക് ഞാൻ ഈ വേലയുടെ അങ്ങ് ചെയ്യുവാന്നുള്ള വേലയല്ല. പൗലോസ് പറഞ്ഞു ഒന്ന് ഞാൻ ചെയ്യുന്നു. ഈ രാത്രി എത്ര പേര് തീരുമാനം എടുക്കും? ഒന്ന് ഞാൻ ചെയ്യുന്നു. പിൻപിലുള്ളതിനെല്ലാം എന്നിട്ട് ലക്ഷ്യത്തിലേക്ക്, ലാക്കിലേക്ക്. എന്തോ വിളിയ? അതൊക്കെ വിവരിക്കേണ്ട കാര്യമാണ്. പരമ ഇന്ന് രാത്രി വിളി അറിയാമോ? അതിനു വേണ്ടി പൗലോസ് പ്രാർത്ഥിച്ചോട്ടെ, കർത്താവേ ഇവരുടെ വിളിയാലുള്ള ആശ ഇന്നതെന്നറിയേണ്ടതിന്. എപ്പോഴെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ? വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കിയിട്ടുണ്ടോ? ശുശ്രൂഷനാകാൻ വിളിച്ചവനാണ് ശുശ്രൂഷ ചെയ്യാം. അപ്പോസ്തോലനാകാനാണ് വിളിച്ചെങ്കിൽ അപ്പോസ്തോലനാകണം. പ്രവാചകനാകാനാണ് വിളിച്ചെങ്കിൽ പ്രവാചകനാകണം. എല്ലാം കൂടെ ചെയ്ത് കൂട്ടിക്കുറഞ്ഞ് അവസാനം നീ ഒന്നുമില്ലാതെ പെരയ്ക്കകത്തിരിക്കല്ലേ. ഹല്ലേലൂയ. ആ സ്തോത്രം എല്ലാം പോകുമെന്ന് എനിക്കറിയാം. നിന്റെ വിളിയെക്കുറിച്ച് നിനക്കൊരു നിശ്ചയം വേണം. അച്ഛാ അറ്റ്ലാന്റയിലെ പാസ്സായിട്ട് എന്നെ വിളിച്ച അറിയാമല്ലോ സാറിന്. ഐബിയുടെ ഫാദർ മരിച്ചപ്പോൾ എനിക്ക് സൂസമ്മയ്ക്ക് 3 പിള്ളേർക്ക് അവിടെ പോയിട്ട് 3 പിള്ളേരെ അവിടെ കെട്ടിച്ച് നല്ല ഡീസൻ്റായിട്ട് അമേരിക്ക എനിക്ക് താമസിച്ച് 10 വർഷം കഴിയുമ്പോൾ സാറിനെ പറഞ്ഞിട്ട് വരായിരുന്നു. ഒരല്ലേ പറഞ്ഞു, സത്യമായിട്ട് പറഞ്ഞ വിളിച്ചതാ, സാറിനറിയാം. പക്ഷെ ഞാൻ പോകാഞ്ഞത് എൻ്റെ വിളി അതല്ല. ഞാൻ അവിടെ പോയത് 8 നില പൊട്ടിപ്പോയിന്. എപ്പോൾ പൊട്ടിയെന്ന് ചോദിച്ചാൽ മതി. എന്നെ വിളിച്ചാൽ ഇവിടെ കൺവെൻഷൻ പ്രസംഗിക്കാനും സുവിശേഷം പറയാനും. അന്നേരം ഞാൻ അവിടെ പോയിട്ട് കാര്യമുണ്ടോ? നിന്റെ വിളി അറിയാതെ നീ എങ്ങും പോകരുത്. ആ ഗൾഫിലെ സഭ കാണുന്നുണ്ട് അങ്ങോട്ട് പോയി, ഇവിടെ വന്നിട്ട് പിന്നെ ഒരു പണിയില്ലാതെ പരിക്കകത്തിരുന്നു. ഉണ്ടെന്നില്ല, വിളിയുണ്ടല്ലേ പോകാമെന്നൊരു അല്ലേ പറഞ്ഞേരെ. മനസ്സിലാകുന്നുണ്ടല്ലോ. പൗലോസ് പറയുകയാണ് ലാക്കിലേക്ക് ഓടണം. ഏത് ലാക്ക്? പരമ വിളിയുടെ ലാക്ക്. ഒന്നേ ചെയ്യാവൂ. ഓ ഹല്ലേലൂയ. ഒന്ന് ഞാൻ ചെയ്യുന്നു. ഈ രാത്രി എത്ര പേര് ചങ്കത്ത് കൈവച്ച് പറയും ഒന്ന് ഞാൻ ചെയ്യുന്നു. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയോ. അത് പറഞ്ഞ പൗലോസ് ഫിലിപ്പിയർ 3:17, 1 കൊരിന്ത്യർ 11:1, 1 തെസ്സലോനിക്കർ 1:6, ഹെബ്രായർ 11 എല്ലാം പറഞ്ഞത് എന്നെ അനുകരിക്കാൻ. ഹലോ, 4 പൗലോസ് ലേഖനത്തിൽ പറഞ്ഞു എന്നെ അനുകരിക്കാൻ. എന്നെ അനുകരിക്കാൻ പറഞ്ഞു, പക്ഷെ യേശുവിനെ നോക്കാനും പറഞ്ഞു. അനുകരിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ നോക്കുന്നത് യേശുവിനെ ആയിരിക്കണം.
സ്തോത്രം പറഞ്ഞില്ല. പൗലോസ് പറഞ്ഞു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ അനുകാരിയാകണം. പക്ഷെ എന്നെ നോക്കി ഓടല്ല, നോക്കി ഓടേണ്ടത് പറഞ്ഞേ ഇവിടെ ഇന്നലെ പിന്നെ ഞാൻ നല്ല ഒളിമ്പിക്സിന്റെ കാര്യം പറഞ്ഞു. ഒളിമ്പിക്സിന്റെ ഓട്ടമൊക്കെ 400 മീറ്ററും 800 മീറ്ററും 1500 ഉള്ളൂ. അത് തുടങ്ങിയ കൃത്യസമയത്ത് തീരുന്നതാണ്. നമ്മുടെ ഓട്ടം അങ്ങനെ തീരുന്നതല്ല. സ്തോത്രം. ഒരുത്തനെ തല്ലിക്കൊന്നു വെച്ച ഒരു പുള്ളി ഒറ്റ ഓട്ടം മിഥ്യാൻ വരെ ഓടി 430 കിലോമീറ്റർ ഓടി. ഹലോ, മോശ ഒരുത്തനെ തല്ലിക്കൊന്ന ഒറ്റ ഓട്ടം 430 കിലോമീറ്റർ. ഓട്ടത്തിന്റെ ഫലം ഒരു മിഥ്യാനെ സ്ത്രീയെ കല്യാണം കഴിച്ച് 2 പിള്ളേരും ഉണ്ടായി. അത്രയൊക്കെ ഉള്ളൂ. പക്ഷേ മിഥ്യാനി വെച്ച് കോരേബി വെച്ച് ദൈവം കണ്ടു. തിരിച്ചൊരോട്ടം 40 വർഷം 30 ലക്ഷം പേരുടെ നേതാവായി. സ്തോത്രം. ഈ രാത്രി പറയണം, എടാ, ദൈവത്തെ കണ്ടുകൊണ്ട് പുറപ്പെട്ടാൽ നിന്റെ യാത്രയ്ക്ക് അർത്ഥമുണ്ട്, ഇല്ലെങ്കിൽ നിന്റെ ഓട്ടമെല്ലാം നിഷ്ഫലമാ. ഒരു സ്തോത്രം പറയണം. നമ്മുടെ ഏലിശായുടെ ദാസൻ ഗേഹസി ഓടി. നേതാവ് ഓടിയത് കുതിരയുടെ രഥത്തിന്റെ മിന്നല, ശിഷ്യൻ ഓടിയത് രഥത്തിന്റെ പുറകില. മിന്നൽ ഓടിയവനെ ചുഴലിക്കാറ്റിൽ തമ്പുരാൻ എടുത്തോണ്ട് പോയി. പുറകെ ഓടിയവനും അവന്റെ പിള്ളേർക്കും കുഷ്ഠം വന്നു. സ്തോത്രം പറഞ്ഞില്ല. നിന്നെ വിളിച്ചത് ആരുടെയും എന്തിൻ്റെയും പുറകെ ഓടാനല്ലടാ കുഞ്ഞെ, നിന്നെ വിളിച്ചത് മുൻപിൽ ഓടാനാ. സന്തോഷമുണ്ട്, സ്തോത്രം പറയണം. അതുകൊണ്ടല്ലയോ പീലിപ്പോസിനോട് തമ്പുരാൻ പറഞ്ഞു രഥത്തോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. പുള്ളി ഒറ്റ ഓട്ടം നടക്കാനേ പറഞ്ഞുള്ളൂ. പീലിപ്പോസ് രഥത്തിന്റെ കൂടെ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ഓടി ചെല്ലുന്നവനെ കണ്ടിട്ട് ഷണ്ണൻ ഇങ്ങനെ യെശയ്യാ പ്രവചനം വായിക്കുക. കയറിയിരുന്നോളാൻ പറഞ്ഞു. ഓടിയോന് കയറിയിരിക്കാൻ രഥം കൊടുത്തു. അവനോട് സുവിശേഷം പറഞ്ഞു, സ്നാനപ്പെടുത്തി. അല്ലാതെ നമ്മുടെ കൂട്ട് എന്നോണ്ട് വിശേഷം ധനകാര്യം മൊത്തം അച്ഛൻ തന്നെയാണോ കൈകാര്യം ചെയ്യുന്നത്? ഞങ്ങൾക്ക് കുറേ മിഷൻ ഫീൽഡൊക്കെ ഉണ്ട്, അച്ഛൻ കാര്യമായിട്ടൊന്ന് സഹായിക്കണം എന്നൊക്കെ പറഞ്ഞ് പീലിപ്പോസ് മിഷന് വേണ്ടി ഫണ്ടുണ്ടാക്കുമല്ലായിരുന്നു. പീലിപ്പോസ് സുവിശേഷം പറഞ്ഞവനെ രക്ഷിക്കപ്പെട്ടവനെ വെള്ളം ഉള്ളിടത്ത് വെച്ച് മുക്കി സ്നാനപ്പെടുത്തി. അവന്റെ ഡ്യൂട്ടി നടന്നപ്പോൾ ആത്മാവ് എടുത്തോണ്ട് പോയി. എടാ, നീ ഓടാൻ തയ്യാറാണ്, സ്വർഗം നിന്നെ എടുത്തോണ്ട് പോകും. നല്ല അതോടെ കൈയടിക്കാവുള്ളൂ. നീ കർത്താവിന് വേണ്ടി നിൽക്കാൻ തയ്യാറാണെങ്കിൽ ആത്മാവ് നിന്നെ എടുത്തോണ്ട് പോകുന്നൊരു ദിവസമുണ്ട്. സന്തോഷമുള്ളവർ മാത്രം കരമൊന്നടിച്ച് ഈ രാത്രി 5ാമത്തെ രാത്രി ചിലരോട് ദൈവാത്മാവ് പറയുന്നു, ആത്മാവിനൊപ്പം നീ ഓടാൻ തയ്യാറായാൽ നിന്നെ പരിശുദ്ധാത്മാവ് പറപ്പിക്കാൻ പോകുകയാ ചില മണ്ഡലങ്ങളിലേക്ക്. ഇന്ന് രാത്രി ആരോടൊക്കെയോ ദൈവാത്മാവ് വിടപ്പെടുകയാ. എത്ര പേര് വിശ്വസിച്ചു? എല്ലാവരും ആരാധിക്കണം. ഇന്ന് രാത്രി ആത്മാവ് ചിലരെ കൂടെ നടക്കാൻ, കൂടെ ഓടാൻ നീ തയ്യാറായാൽ നിന്നെ ആത്മാവ് പറപ്പിച്ചുകൊണ്ട് പോകാൻ പോകുകയാ. അറിയാത്തൊരു മണ്ഡലത്തിൽ നിന്നെ കൊണ്ട് നിർത്തിയിട്ട് ആ പട്ടണം മുഴുവൻ സന്തോഷിക്കുന്ന ഒരഭിഷേകം നിനക്ക് തരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങൾ ഉണ്ണാനൊക്കെ പാലുള്ളൊരു ആവേശമായിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ഒരിക്കലും പരിജ്ഞാനക്കേട് കാണിക്കത്തില്ല. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുകയാ. പക്ഷെ ഇന്ന് രാത്രി ദൈവം നിന്റെ മേൽ ഒരധികാരം പകരാൻ ആഗ്രഹിക്കുകയാ. നീ ഇങ്ങനെ വല്ലപ്പോഴും ഒരു സിംഹത്തെയും കരടിയെയും കൊന്നു പോയാൽ പോരാ. നിന്റെ മേൽ അതിനേക്കാൾ വലിയ നേഷനുകളെ പിടിച്ചടക്കുന്ന, സ്റ്റേറ്റുകളെ പിടിച്ചടക്കുന്ന, പട്ടണങ്ങളെ പിടിച്ചടക്കുന്ന ഒരധികാരത്തിന്റെ അഭിഷേകം പകരാൻ ദൈവത്തിന് ആഗ്രഹമുണ്ട്. ഇന്ന് രാത്രി എൻ്റെ മേൽ അത് പകരുമെന്ന് വിശ്വസിക്കുന്നവരും മാത്രം ഒന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. ഹല്ലേലൂയ. എൻ്റെ മേൽ ഇന്ന് രാത്രി പട്ടണങ്ങളെ ദൈവദാസന്റെ പ്രാർത്ഥനാ മുറി കൊടുത്തത് എന്തൊരു ശക്തമായ ദൂത. ഹല്ലേലൂയ. ഞായറാഴ്ച നമ്മൾ ആശീർവാദം പറഞ്ഞു ഇവിടുന്ന് പോകുമ്പോൾ, തിരുമേശ കൈക്കൊണ്ട് പോകുമ്പോൾ, ഈ പന്തലിൽ വന്ന മുഴുവൻ പേരും ഒരു കാര്യം തീരുമാനിക്കണം, എനിക്ക് സ്ഥിരതയോടെ ഓടണം. ഈ രാത്രി എത്ര പേര് ദൈവസന്നിധി കരമുയർത്തി പറയും, എനിക്ക് സ്ഥിരതയോടെ ഓടണം? അതിനുള്ളൊരു